ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ഫെബ്രുവരി 22-ാം തീയതി നടന്ന HSC നാച്ചുറൽ സയൻസിൻ്റെ പാർട്ട് എയിൽ നിന്നും വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത്. ഇനി വരാനിരിക്കുന്ന മറ്റ് വിഷയങ്ങളിലെ HSC പരീക്ഷകളിലും ഇതേ ചോദ്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ ഇതേ ചോദ്യങ്ങൾ തന്നെ ആയിരിക്കാം ആവർത്തിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഈ ചോദ്യങ്ങളൊന്ന് നിർബന്ധമായിട്ടും നോക്കി പോവേണ്ടതുണ്ട്. സോ നമുക്ക് തുടങ്ങാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: ഹു വാസ് ദി ഫസ്റ്റ് പ്രസിഡന്റ് ഓഫ് SNDP യോഗം? ഓപ്ഷൻസ്: എ ഡോക്ടർ പൽപു, ബി കുമാരനാശാൻ, സി ശ്രീനാരായണ ഗുരു, ഡി നടരാജഗുരു. നമുക്കറിയാം SNDPയുടെ സ്ഥിര അധ്യക്ഷനാണ് ആര്? ശ്രീനാരായണ ഗുരു. അപ്പോൾ ഉത്തരം ഇതാണ്, ഓപ്ഷൻ സി ശ്രീനാരായണ ഗുരു. സെക്കൻഡ് ക്വസ്റ്റ്യൻ: ഹു ഫൗണ്ടഡ് വിദ്യാപോഷിണി സഭ? ഓപ്ഷൻ എ അയ്യങ്കാളി, ഓപ്ഷൻ ബി സഹോദരൻ അയ്യപ്പൻ, ഓപ്ഷൻ സി സ്വാതി തിരുനാൾ, ഓപ്ഷൻ ഡി വൈകുണ്ഠസ്വാമി. ഇതിൽ ഓപ്ഷൻ ബി ആണ് ഉത്തരം, സഹോദരൻ അയ്യപ്പൻ. ദെൻ തേർഡ് ക്വസ്റ്റ്യൻ: വിച്ച് അപ്ഹെവൽ വാസ് ഹെൽഡ് അഗെയിൻസ്റ്റ് അമേരിക്കൻ മോഡൽ പ്രൊപ്പോസ്ഡ് ബൈ ശ്രീ CP രാമസ്വാമി അയ്യർ? ഓപ്ഷൻ എ പുന്നപ്ര വയലാർ അപ്ഹെവൽസ്, ഓപ്ഷൻ ബി വൈക്കം സത്യാഗ്രഹം, സി ഗുരുവായൂർ സത്യാഗ്രഹ, ഡി പാലിയം സത്യാഗ്രഹ. അതിൽ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ, പുന്നപ്ര വയലാർ അപ്ഹെവൽസ്. ദെൻ ഫോർത്ത് ക്വസ്റ്റ്യൻ: ഹു വാസ് കൺസിഡേർഡ് ആസ് ദി ഗ്രാൻഡ് ഓൾഡ് മാൻ ഓഫ് കേരള? ഓപ്ഷൻ എ പി കൃഷ്ണപിള്ളൈ, ഓപ്ഷൻ ബി കെ കേളപ്പൻ, സി PK ചാത്തൻ മാസ്റ്റർ, ഡി KP കേശവമേനോൻ. അതിൽ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ, KP കേശവമേനോനാണ് ഗ്രാൻഡ് ഓൾഡ് മാൻ ഓഫ് കേരള. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ: നെയിം ദ ലീഡർ ഓഫ് ദി റെനൈസൻസ് ഹു വാസ് ഓൺസ്റ്റഡ് ഫ്രം ഹിസ് കാസ്റ്റ് ഫ്രം ദ റീസൺ ഓഫ് അറ്റൻഡിങ് ദ അഹമ്മദാബാദ് കോൺഗ്രസ് സെഷൻ ഓഫ് 1921? ഓപ്ഷൻ എ മന്നത്ത് പത്മനാഭൻ, ഓപ്ഷൻ ബി TK മാധവൻ, ഓപ്ഷൻ സി VT ഭട്ടതിരിപ്പാട്, ഓപ്ഷൻ ഡി അയ്യങ്കാളി. നമുക്കറിയാം ഓപ്ഷൻ സി VT ഭട്ടതിരിപ്പാടിനെയാണ് കാസ്റ്റിൽ നിന്നും ഒഴിവാക്കിയത്. അദ്ദേഹം ഒരു നമ്പൂതിരി ആയിരുന്നു അല്ലേ? അതുകൊണ്ട് ഓപ്ഷൻ സി VT ഭട്ടതിരിപ്പാട്. സിക്സ്ത് ക്വസ്റ്റ്യൻ: വിച്ച് ഓഫ് ദ ഫോളോയിങ് വേർഡ് ഹാസ് നോട്ട് ബീൻ റിട്ടൺ ഇൻ ദ പ്രിയാമ്പിൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ? ക്വസ്റ്റ്യൻ ഓപ്ഷൻ എ സോവറൈൻ, ഓപ്ഷൻ ബി സോഷ്യലിസ്റ്റ്, ഓപ്ഷൻ സി ഡെമോക്രാറ്റിക്, ഓപ്ഷൻ ഡി ഇന്ത്യൻസ്. നമുക്കറിയാം ഇന്ത്യൻസ് എന്നല്ലാത്ത മറ്റ് 3 ഓപ്ഷൻസും നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉള്ളതാണ്: സോവറൈൻ, ഡെമോക്രാറ്റിക്, സോഷ്യലിസ്റ്റ്. അതുകൊണ്ട് ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ, ഇന്ത്യൻസ്. ഇതാണ് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇല്ലാത്തത്. ദെൻ സെവൻത്ത് ക്വസ്റ്റ്യൻ: ദ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഹാസ് ബീൻ ടേക്കൺ ഫ്രം ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ്? ഏത് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നുമാണ് നമ്മുടെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് എടുത്തിട്ടുള്ളത് എന്നാണ്. ഓപ്ഷൻ എ ബ്രിട്ടൻ, ഓപ്ഷൻ ബി കാനഡ, ഓപ്ഷൻ സി അമേരിക്ക, ഓപ്ഷൻ ഡി അയർലാൻഡ്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, അയർലാൻഡ്. എയ്ത്ത് ക്വസ്റ്റ്യൻ: എ റിട്ട് ഇഷ്യൂഡ് ടു സെക്യൂർ ദ റിലീസ് ഓഫ് എ പേഴ്സൺ ഫൗണ്ട് ടു ബി ഡിറ്റെയിൻഡ് ഇല്ലീഗലി ഈസ്? ഇല്ലീഗലായിട്ട് ഒരാളെ ഡിറ്റെയിൻ ചെയ്തു വെച്ചാൽ അദ്ദേഹത്തെ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റിട്ട് ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ മാൻഡമാസ്, ഓപ്ഷൻ ബി ഹേബിയസ് കോർപ്പസ്, ഓപ്ഷൻ സി സെർഷ്യറി, ഓപ്ഷൻ ഡി പ്രൊഹിബിഷൻ. നമ്മൾക്ക് എല്ലാവർക്കും കേട്ടുപരിചയമുള്ളതാണ്. ഓപ്ഷൻ ബി ഹേബിയസ് കോർപ്പസ് ആണ് കറക്റ്റ് ആൻസർ. നയൻത് ക്വസ്റ്റ്യൻ: എ മണി ബിൽ പാസ്ഡ് ബൈ ദി ലോക്സഭ ക്യാൻ ബി ഹെൽഡ് അപ്പ് ബൈ ദി രാജ്യസഭ ഫോർ ഹൗ മെനി വീക്സ്? ലോക്സഭ പാസ് ചെയ്തിട്ടുള്ള ഒരു ബില്ല്, മണി ബില്ല് രാജ്യസഭയിലേക്ക് എത്താൻ എത്ര സമയം എടുക്കും എന്നുള്ളതാണ്. ഇതിൽ ഓപ്ഷൻ എ 2 വീക്സ്, ഓപ്ഷൻ ബി 3, ഓപ്ഷൻ സി 4, ഓപ്ഷൻ ഡി 5. കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ 2 വീക്സ്. 10th ക്വസ്റ്റ്യൻ: ആഫ്റ്റർ ദി ജനറൽ എലക്ഷൻ ദ പ്രോ ടേം സ്പീക്കർ ഈസ്? ഒരു ജനറൽ എലക്ഷന് ശേഷം ഉണ്ടായിരിക്കുന്ന ഒരു പ്രോ ടേം സ്പീക്കർ ആരാണ് എന്നാണ്. ഓപ്ഷൻ എ എലക്റ്റഡ് ബൈ ലോക്സഭ, ഓപ്ഷൻ ബി അപ്പോയിൻറ്റഡ് ബൈ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ, ഓപ്ഷൻ സി അപ്പോയിൻറ്റഡ് ബൈ ചീഫ് ജസ്റ്റിസ് ഓഫ് ദി സുപ്രീം കോർട്ട്, ഓപ്ഷൻ ഡി ദ സീനിയർ മോസ്റ്റ് മെമ്പർ ഓഫ് ദി ലോക്സഭ. നമുക്കറിയാം ദ ഓപ്ഷൻ ഡി ആണ് ഇതിലെ കറക്റ്റ് ആൻസർ. ലോക്സഭയിലെ ഏറ്റവും സീനിയർ മോസ്റ്റ് മെമ്പറെയാണ് പ്രോ ടേം സ്പീക്കറായിട്ട് നിയമിക്കുന്നത്. നമുക്ക് 11th ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് സ്റ്റേറ്റ് ഗവൺമെൻറ് ഡിസൈഡഡ് ടു സ്റ്റാർട്ട് വേൾഡ്സ് ലാർജസ്റ്റ് ഫ്ലോട്ടിംഗ് സോളാർ പ്രൊജക്ട് ബൈ 2020?
2023 ഏറ്റവും വലിയ വേൾഡിലെ ലാർജസ്റ്റ് ആയിട്ടുള്ള ഫ്ലോട്ടിംഗ് സോളാർ പ്രൊജക്റ്റ് കൊണ്ടുവരാൻ തീരുമാനിച്ചിട്ടുള്ള സ്റ്റേറ്റ് ഗവൺമെൻറ് ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ തമിഴ്നാട്, ഓപ്ഷൻ ബി വെസ്റ്റ് ബംഗാൾ, ഓപ്ഷൻ സി കർണാടക, ഓപ്ഷൻ ഡി മധ്യപ്രദേശ്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, മധ്യപ്രദേശ്. 12th question, Justice Hima Kohli has become the first woman chief justice of Dash High Court. ഏത് ഹൈക്കോടതിയിലാണ് ജസ്റ്റിസ് ഹിമ കോഹ്ലി ഫസ്റ്റ് വുമൺ ചീഫ് ജസ്റ്റിസായി വന്നത് എന്നുള്ളതാണ്. ഓപ്ഷൻ എ തെലുങ്കാന, ഓപ്ഷൻ ബി കേരള, ഓപ്ഷൻ സി ആന്ധ്രാപ്രദേശ്, ഓപ്ഷൻ ഡി തമിഴ്നാടു. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ തെലുങ്കാന. 13th question, which of the first country to approve COVID-19 vaccine of Oxford AstraZeneca? ഓക്സ്ഫോർഡ് ആസ്ട്രാസെനാക്ക എന്നുള്ള COVID-19 വാക്സിൻ അപ്രൂവ് ചെയ്തിട്ടുള്ള ഫസ്റ്റ് കൺട്രി ഏതാണ്? ഫസ്റ്റ് രാജ്യം, ആദ്യത്തെ രാജ്യം ഏതാണ്? ഓപ്ഷൻ എ USA, ഓപ്ഷൻ ബി ഇംഗ്ലണ്ട്, ഓപ്ഷൻ സി ജപ്പാൻ, ഓപ്ഷൻ ഡി ഇന്ത്യ. Correct answer is option B. Who became the first woman fighter pilot to participate in the Republic Day flypast? Option A Bhavana Kant, option B Shahila Dhami, option C Avani Chaturvedi, option D Mohana Singh Jidarwal. ഇതിൽ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ, ഭാവന കാന്ത്. 15ാമത്തെ ചോദ്യം, വിച്ച് വൺ കൺട്രി ബിക്കം ദ ഫസ്റ്റ് കൺട്രി ടു റിസീവ് ദ ഇന്ത്യൻ COVID-19 വാക്സിൻ? ഇന്ത്യ നിർമ്മിച്ചിട്ടുള്ള COVID-19 വാക്സിൻ സ്വീകരിച്ച ആദ്യത്തെ രാജ്യം ഏതാണ്? ഓപ്ഷൻ എ മാൽദീവ്സ്, ഓപ്ഷൻ ബി ഭൂട്ടാൻ, ഓപ്ഷൻ സി നേപ്പാൾ, ഓപ്ഷൻ ഡി ശ്രീലങ്ക. ഇതിനുത്തരം ഓപ്ഷൻ എ ആണ്, മാൽദീവ്സ്. ഇപ്പോൾ കഴിഞ്ഞ 15 ചോദ്യങ്ങളും പാർട്ട് എയിലെ മൊഡ്യൂൾ 1ലെയും മൊഡ്യൂൾ 2ലെയും ചോദ്യങ്ങളാണ്. ഇനി മൊഡ്യൂൾ 3ലെ ചോദ്യങ്ങൾ നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ 5 ചോദ്യങ്ങളാണ് മൊഡ്യൂൾ 3യിൽ നിന്നും മെത്തഡോളജി ഓഫ് ടീച്ചിങ് ദ സബ്ജക്റ്റ് എന്നുള്ള പാർട്ടിൽ നിന്നും വന്നിട്ടുള്ളത്. 5 ചോദ്യങ്ങളാണ്, 5 മാർക്കിനാണ് ഇതിൽ നിന്നും വന്നിട്ടുള്ളത്. അപ്പോൾ മൊഡ്യൂൾ 1ൽ നിന്നും 2ൽ നിന്നും ചോദിച്ച ചോദ്യങ്ങളിൽ നമുക്ക് മൊഡ്യൂൾ 2ലാണ് ജനറൽ നോളജ് ആൻഡ് കറണ്ട് അഫെയർസ് കൊടുത്തിട്ടുള്ളത്. ഇതിൽ കറണ്ട് അഫെയർസിൽ കോവിഡ് ഒരു പ്രധാന വിഷയമായിട്ട് HSI നാച്ചുറൽ സയൻസിൽ ചോദിച്ചിട്ടുള്ളത് 2 ചോദ്യങ്ങൾ കോവിഡിനെ കുറിച്ചാണ്. അതുകൊണ്ട് കോവിഡിനെ കുറിച്ചിട്ടുള്ള എല്ലാ ഇൻഫർമേഷൻസും നമ്മൾ കളക്ട് ചെയ്ത് പഠിച്ച് വെച്ചിരിക്കണം. ഇനി നമുക്ക് മെത്തഡോളജി പാർട്ടിലേക്ക് പോവാം. മെത്തഡോളജി പാർട്ടിൽ നിന്നും ചോദിച്ച 5 ചോദ്യങ്ങളാണ് ഇനി നമ്മൾ നോക്കുന്നത്. 16th question, Cartelevian contributed significantly in the development of? ഓപ്ഷൻ എ ആക്ഷൻ റിസർച്ച്, ഓപ്ഷൻ ബി മൈക്രോ ടീച്ചിങ്, ഓപ്ഷൻ സി മോട്ടിവേഷൻ, ഓപ്ഷൻ ഡി അസസ്മെൻറ്റ്. ഇതിൽ കാർട്ട്ലെവിൻ ഏതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളാണ്? ആക്ഷൻ റിസർച്ചുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ, ആക്ഷൻ റിസർച്ച്. 17th question, which characteristic of a good evaluation tool is connected to internal consistency of the item? Option A validity, option B reliability, option C comparability, option D objectivity. Answer option B ആണ്, reliability. 18th question, what type of reinforcement is used by a teacher when she allowed a naughty child in her class whom she had forcefully seated in the front bench to sit with his friends when he behaved well in the class? Option A positive reinforcement, option B negative reinforcement, option C token reinforcement, option D verbal reinforcement. ഇതിൽ ഒരു ടീച്ചർ അവരുടെ ക്ലാസ്സിൽ നോട്ടി ആയിട്ടുള്ള ഒരു കുട്ടിയെ ഫോഴ്സ്ഫുള്ളായിട്ട് മുമ്പിലെ സീറ്റിൽ ഇരുത്തുകയും ശേഷം അവൻ നന്നായിട്ട് ബിഹേവ് ചെയ്തപ്പോൾ അവൻ്റെ ഫ്രണ്ട്സിനോട് കൂടെ ഇരിക്കാൻ അനുവദിക്കുകയും ചെയ്തതാണ്. അപ്പോൾ ഇതിലെ റീഇൻഫോഴ്സ്മെൻറ്റ് ഏതാണ് എന്നുള്ള ചോദ്യം. ഓപ്ഷൻ ബി ആണ്, PSC തന്നിട്ടുള്ള പ്രൊവിഷണൽ ആൻസർ കീയിൽ ഉത്തരം നെഗറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ്. 19th question, theory of conservation comes under which stage of cognitive development according to Jean Piaget? ജീൻ പിയാഷെയുടെ കൊഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റിലെ ഏത് സ്റ്റേജിലാണ് തിയറി ഓഫ് കൺസർവേഷൻ വരുന്നത്? ഓപ്ഷൻ എ സെൻസറി മോട്ടോർ സ്റ്റേജ്, ഓപ്ഷൻ ബി പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്, ഓപ്ഷൻ സി കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്, ഓപ്ഷൻ ഡി ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ്. ഇതിൽ ഓപ്ഷൻ സി ആണ് കറക്റ്റ്, കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 20th question, പാർട്ട് എയിലെ ഏറ്റവും അവസാനത്തെ ക്വസ്റ്റ്യൻ ആണ്.
Two statements are given below regarding diagnostic test. ഡയഗ്നോസ്റ്റിക് ടെസ്റ്റിനെ കുറിച്ചിട്ടുള്ള 2 സ്റ്റേറ്റ്മെൻ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. സ്റ്റേറ്റ്മെൻറ്റ് 1, ഇറ്റ് ഈസ് കണ്ടക്റ്റഡ് ടു ഇവാലുവേറ്റ് ഓൾ സ്റ്റുഡൻസ് ഇൻ ദി ക്ലാസ്. സ്റ്റേറ്റ്മെൻറ്റ് 2, സ്റ്റുഡൻസ് ആർ അനലൈസ്ഡ് ഓൺ ദ ബേസിസ് ഓഫ് ഇൻകറക്റ്റ് ആൻസേഴ്സ്. ഇതിൽ സ്റ്റേറ്റ്മെൻറ്റ് 1 എന്താണ് പറയുന്നത്? ഇറ്റ് ഈസ് കണ്ടക്റ്റഡ് ടു ഇവാലുവേറ്റ് ഓൾ സ്റ്റുഡൻസ് ഇൻ ദി ക്ലാസ് എന്ന് പറയുമ്പോൾ ഇത് ക്ലാസ്സിലെ എല്ലാ കുട്ടികളെയും പങ്കെടുപ്പിക്കുന്ന ഒരു ടെസ്റ്റാണ്. ആണോ? അല്ല. ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് എന്ന് പറയുന്നത് അതിൽ ബുദ്ധിമുട്ടുള്ള കുട്ടികളെ മാത്രം ടെസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ബുദ്ധിമുട്ടുള്ള കുട്ടികളെ മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ട് അവരുടെ ബുദ്ധിമുട്ടുള്ള ഏരിയ ഏതാണ്, പഠനത്തിൽ അവർക്ക് ബുദ്ധിമുട്ടുള്ള ഏരിയ ഏതെന്ന് തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ടെസ്റ്റാണ് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ്. അതുകൊണ്ട് ഇതിൽ എല്ലാ കുട്ടികളെയും പങ്കെടുപ്പിക്കുന്നില്ല. അതുകൊണ്ട് സ്റ്റേറ്റ്മെൻറ്റ് 1 ഈസ് ഫാൾസ്. യെസ് 2, സ്റ്റുഡൻസ് ആർ അനലൈസ്ഡ് ഓൺ ദ ബേസിസ് ഓഫ് ഇൻകറക്റ്റ് ആൻസേഴ്സ്. ഇൻകറക്റ്റ് ആൻസേഴ്സിൻ്റെ ബേസിലാണ് കുട്ടികളെ അനലൈസ് ചെയ്യുന്നത്. അത് ശരിയാണ് അല്ലേ? അവരുടെ ബുദ്ധിമുട്ട് ഏതാണെന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇവിടെ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. S1 ഈസ് ഫാൾസ് ബട്ട് S2 ഈസ് ട്രൂ. അപ്പോൾ ഈ 20 ക്വസ്റ്റ്യൻസ് ആണ് HSA നാച്ചുറൽ സയൻസിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഇനി പരീക്ഷ നടക്കാനുള്ള HSAയുടെ മറ്റ് വിഷയങ്ങളിൽ എല്ലാവരും ഈ ഭാഗങ്ങളൊക്കെ നന്നായിട്ട് ഒന്ന് ഊന്നി പഠിക്കുക. മറ്റു ഭാഗങ്ങൾ പഠിക്കണ്ട എന്നല്ല, മറ്റു ഭാഗങ്ങളും പഠിക്കണം, നന്നായിട്ട് പഠിച്ചിരിക്കണം. ഈ ഭാഗങ്ങൾ ഒന്നുകൂടെ ക്ലിയറായിട്ട് പഠിച്ചു പോവുക. അപ്പോൾ എല്ലാവരും HSA ഒക്കെ കിട്ടി നല്ല ടീച്ചർമാരായിട്ട് വരട്ടെ എന്ന ആശംസയോടെ താങ്ക് യു.